വിശുദ്ധ വേദപുസ്തകത്തിലെ അധികമാരും പറയപ്പെടാത്ത ഏടുകളിലേക്ക് ഒരു എത്തിനോട്ടമാണ് ഈ നാടകാവിഷ്കാരം. യേശുവിൻ്റെ കുരിശുമരണത്തിന് പകരക്കാരനായി വിട്ടയക്കപ്പെട്ട ബറാബാസിന്റെ തുടർന്നുള്ള ജീവിതവും സംഘർഷങ്ങളും അതിനോടൊപ്പം തന്നെ യേശുവിൻ്റെ മരണം ബറാബാസിന്റെ ജീവിതത്തിലുണ്ടാക്കിയ മാറ്റങ്ങളുമാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. ലീഡ്സ് ഔട്ട്റീച്ച് പ്രയർ ഗ്രൂപ്പ് ക്രിസ്മസ് കാരോൾ സർവീസിനോട് അനുബന്ധിച്ച് ഇന്നിവിടെ ഏറ്റവും അഭിമാനത്തോടും സന്തോഷത്തോടും കൂടെ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു വിമോചിതന്റെ വിലാപം. വിമോചിതന്റെ വിലാപം. നീ യഹൂദരുടെ രാജാവാണോ? നീ തന്നെ പറയുന്നുവല്ലോ. ഇവൻ സ്വയം രാജാവാണെന്ന് പ്രഖ്യാപിച്ചു ദൈവം ശിക്ഷിച്ച് ദൈവകോപത്തിന് ഇരയായ കുഷ്ഠരോഗികളെയും തളർവാദ രോഗികളെയും അന്ധരെയും രക്തസ്രാവക്കാരെയും സുഖപ്പെടുത്തി. ഇവൻ ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ചു. അവർ എന്തെല്ലാം കാര്യങ്ങളാണ് നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തുന്നത് എന്ന് നീ കേൾക്കുന്നില്ലേ? എന്താ, നിനക്കൊന്നും പറയാനില്ലേ? ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. നിങ്ങൾക്ക് നീതിമാനായ യേശുവിനെ വിട്ടുതരണമോ, അതോ നിന്ദിനും നികൃഷ്ടനും കൊള്ളക്കാരനുമായ ബറാബാസിനെ വിട്ടുതരണമോ? ബറാബാസിനെ വിട്ടുതരിക, ഇവനെ ക്രൂശിക്കാം. ബറാബാസിനെ വിട്ടുതരിക, ഇവനെ ക്രൂശിക്കുക. ബറാബാസിനെ വിട്ടുതരിക, ഇവനെ ക്രൂശിക്കുക. ബറാബാസിനെ വിട്ടയക്കുക, അങ്ങനെ എനിക്ക് വേണ്ടി ഏതോ ഒരുവൻ. ബറാബാസ് നിന്നെ വിട്ടയച്ചിരിക്കുന്നു. ഒടുവിൽ ഒരിക്കലും അധികാരികളുടെ തടവറയിൽ നിന്നും മോചനമില്ലെന്ന് കരുതിയിരുന്നു ഞാൻ. ഇപ്പോഴിതാ ഏതോ ഒരുവൻ എന്നെ രക്ഷിക്കാൻ വേണ്ടി കാരാഗ്രഹത്തിലെത്തിയിരിക്കുന്നു. ഞാനാണ് മനുഷ്യകുലത്തിൽ പിറന്നതിൽ ഏറ്റവും നീചനായ മനുഷ്യൻ. കന്യകമാരുടെയും വഴിയാത്രക്കാരുടെയും പേടി സ്വപ്നം. എന്തിന് ഏത് സത്രത്തിലും ഇരന്നു കയറി മോഷ്ടിക്കുന്നവൻ. എന്റെ കത്തിക്ക് മുന്നിൽ ജീവന് വേണ്ടി കേണ എത്ര ശിരസുകൾ ഞാൻ ഛേദിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള എന്നെ വിട്ടയക്കാൻ ജനങ്ങൾ അലമുറയിടുന്നു എങ്കിൽ എന്നേക്കാൾ നികൃഷ്ടനായ ഒരുവൻ എത്തിയിരിക്കുന്നു. ഇപ്പോൾ നീ രക്ഷപ്പെട്ടു എന്ന് കരുതി സന്തോഷിക്കേണ്ട. ഈ കാരാഗ്രഹം ഒരിക്കലും തുറക്കാത്ത വിധം നിന്റെ മുമ്പിൽ അടയ്ക്കുന്ന ഒരു ദിവസം വരും. ഈ ബറബാസിനെ എന്നേക്കുമായി തളയ്ക്കാൻ ആർക്കുമാവില്ല. നീ വേഗം പുറത്ത് കടക്കുക, ഇവിടെ കിടന്ന് ആവശ്യമില്ലാതെ പുലമ്പാതെ. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഞാൻ എൻ്റെ കൈകൾ ശുദ്ധമാക്കുന്നു. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും പതിക്കട്ടെ. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും പതിക്കട്ടെ. അവന്റെ രക്തം എന്റെ മേലും പതിക്കട്ടെ. അവനെ ചമ്മട്ടി കൊണ്ടടിച്ച് കൊണ്ടുപോയി ക്രൂശിക്കുക. അവനെ ചമ്മട്ടി കൊണ്ടടിച്ച് കൊണ്ടുപോയി ക്രൂശിക്കുക. എനിക്ക് വേഗം എന്റെ സങ്കേതത്തിലെത്താം. എന്നാലും വിട്ടയക്കപ്പെട്ട ബറാബാസ് നമ്മുടെ താവളത്തിലേക്ക് മടങ്ങാതെ എങ്ങോട്ട് പോയി? എനിക്കൊരു സംശയം. വിട്ടയക്കപ്പെട്ടിട്ട് ദിവസം 4-5 ഇതുവരെ കാണാത്ത സ്ഥിതിക്ക് പഴയ വല്ല ശത്രുക്കളും പതിയിരുന്ന് നമ്മുടെ യജമാനെ വകവരുത്തിയിട്ടുണ്ടാവുമോ? സിംഹത്തിന്റെ ക്രാണശക്തിയും കരുത്തുമുള്ളവരാണ് നമ്മുടെ യജമാനൻ. ബറബാസ് എന്ന പേര് ഉച്ചരിക്കാൻ പോലും ഈ ദേശത്ത് ആര് ധൈര്യപ്പെടും? എങ്കിലും 4 ദേശത്തും ബറാബാസിനെ തകർക്കാൻ കാത്തിരിക്കുന്ന ശത്രുക്കളുണ്ട്. യഹോവേ, ബറാബാസ് എന്ന പേര് കേട്ടാൽ ഞെട്ടിവിറയ്ക്കുന്നവരാണ് ഈ ദേശക്കാർ. എന്തുകൊണ്ടാണ് അവനെ വിട്ടേക്കപ്പെട്ടിട്ടും ഇവിടേക്ക് വരാത്തത്? ലീനോസ്, കുറേയധികം കാലം കാരാഗ്രഹത്തിൽ കിടന്നതിൻ്റെ ശൗര്യം തീർക്കാൻ
അയാൾ ഏതെങ്കിലും വേശ്യാഗ്രഹത്തിൽ വീഞ്ഞിന്റെ മത്ത് പിടിവെക്കുന്ന ലഹരിക്കൊപ്പം മതിച്ച് രസിക്കുകയായിരിക്കും. അത് ശരിയാണ്. വീര്യം കൂടിയ വീഞ്ഞും അഴകൊത്ത പെണ്ണും അവൻ ആവോളം ആസ്വദിക്കും. ഇവിടെ നമ്മൾ അവന് വേണ്ടി ഒരുക്കിയിരിക്കുന്നതൊക്കെ വെറുതെ ആകുമോ? ബറാബാസിനൊപ്പം എത്തിയില്ലെങ്കിലും നമ്മൾ ആരും മോശമല്ലല്ലോ. വീഞ്ഞു കുടിക്കുന്ന കാര്യത്തിലും പെണ്ണിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്ന കാര്യത്തിലും. അത് പോവാൻ പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മൾ ഈ രാത്രിയും അവന് വേണ്ടി കാത്തിരിക്കുന്നത് വെറുതെ ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബറാബാസിന്റെ കാമുകി സാറ അവൻ മോചിതനായി എന്നറിഞ്ഞതു മുതൽ ചമഞ്ഞൊരുങ്ങി സുഗന്ധതൈലം പൂശി മണിയേറി ഒരുക്കി അവനെ സ്വീകരിക്കാൻ ഓരോ ദിവസവും കാത്തിരിക്കുകയാണ്. ബറാബാസിന്റെ മനസ്സിൽ ഒരു പെണ്ണിനും സ്ഥാനമില്ല. അവന് പൊന്നും നാണയങ്ങളും കവർ ചെയ്യുന്ന പോലെ തന്നെയാണ് പെണ്ണുങ്ങൾ. ഒരു വ്യത്യാസം മാത്രം, പൊന്നും നാണയങ്ങളും അവൻ ഭണ്ഡാരത്തിൽ സൂക്ഷിക്കും, പെണ്ണിനെ ആസ്വദിച്ചിട്ട് വലിച്ചെറിയും. പിന്നെന്താ ഈ സാറ നമ്മളെയൊക്കെ വിട്ടിട്ട് അവനെ മാത്രം ഇങ്ങനെ കാത്തിരിക്കുന്നത്? അവനാണ് പുരുഷൻ, എന്തിനും ഏതിനും ചങ്കുറപ്പും മെയ്ക്കരുത്തുമുള്ള പുരുഷൻ. അങ്ങനെയുള്ള നമ്മുടെ ചങ്ങാതിയെ ഒരു പെണ്ണും വിട്ടുകളയുകയില്ല. അതെ അതെ. ബറാബാസ്, അതെ, ബറാബാസ് സ്വതന്ത്രനായിരിക്കുന്നു. സമാധാനത്തിന്റെ നാളുകൾ നഷ്ടമായിരിക്കുന്നു. ബറാബാസ് സ്വതന്ത്രനായിരിക്കുന്നു. ആരെ വേണമെങ്കിലും സഹിക്കാം. പക്ഷേ ബറാബാസ് ദുഷ്ടനാണ്, ദുഷ്ടൻ. അവനും പകരക്കാരനോ? സാറാ, ബറാബാസ്, ബറാബാസ്, എത്ര നാളുകളായി ബറാബാസ്? സാറാ, പെസഹാ നാളിൽ എനിക്കും പകരക്കാരനാൽ ഞാൻ മോചിക്കപ്പെട്ടു. സാറാ, ഞാൻ മോചിക്കപ്പെട്ടിരിക്കുന്നു. ബറാബാസ്, നേരിൽ കാണുന്നവരെ എനിക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. നീ വല്ലാതെ ക്ഷീണിതനായിരിക്കുന്നു ബറാബാസ്. നിനക്ക് ഞാൻ കുടിക്കാൻ അല്പം വീഞ്ഞെടുക്കട്ടെ? സ്വാതന്ത്ര്യത്തിന്റെ ഈ രാത്രി നമ്മൾ ആഘോഷിക്കുന്നു. ആഘോഷങ്ങളുടെ വീഞ്ഞിൽ കുതിർന്ന രാത്രി. ബന്ധിക്കപ്പെട്ട പകരക്കാരൻ നസ്രായന്റെ പേരിൽ മോചിതനായ ബർബാസിന്റെ ആഘോഷരാവ്. എന്തു പറ്റി നിനക്ക്? ആ നസ്രായന്റെ നോട്ടം, ആ മുഖം എന്നെ പിന്തുടരുന്നു. അവൻ എന്റെ പിന്നിലുള്ളത് പോലെ സാറാ. ബറാബാസ്, നീ പിച്ചുപേയി പറയുന്നത് തോന്നുന്നു. അല്ല, ശരിക്കും എന്നെ പിന്തുടരുന്നത് പോലെ. ഞാൻ പോകുന്നു. ആ കണ്ണുകൾ, ആ നോട്ടം എന്റെ ചങ്കിലേക്ക് തറച്ചു കയറുന്നത് പോലെ സാറാ. ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയാത്ത കാരിരുമ്പിന്റെ ശക്തിയുള്ള ബറാബാസ്, ആ പകരക്കാരൻ നസ്രായന്റെ ഒരൊറ്റ നോട്ടം നിന്നെ ഭയപ്പെടുത്തുന്നുവോ? പകരക്കാരൻ നസ്രായനെ, നിന്റെ ഒരു ഒറ്റ നോട്ടം കൊണ്ട് ആ ബറാബാസിനെ അലട്ടുന്ന നീ ആരാണ്? അങ്ങ് ആരാണ്? യമുവേ, ആരെന്ന് നോക്കൂ. ശത്രുവാണെങ്കിൽ അറിയാം. ഹായ് ബറാബാസ്, 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 ബറാബാസ്. അതെ, ബറാബാസ് വീണ്ടും അധികാരത്തിന്റെ കൽത്തുറങ്കും ചങ്ങലക്കെട്ടുകളും അഴിച്ചുമാറ്റി ബറാബാസ് തിരിച്ചെത്തിയിരിക്കുന്നു. സഹോദരരെ, നിങ്ങൾക്ക് എന്തുണ്ട് വിശേഷം?
ബറാബാസ്, നീ ഇല്ലാതെ ഇവിടെ എന്ത് വിശേഷം? നിന്നെ തടങ്കലിലാക്കിയതിനു ശേഷം ഞങ്ങൾ ഇവിടം വിട്ട് അധികമൊന്നും പുറത്തേക്ക് ഇറങ്ങാറില്ല. ബറാബാസ്, നീ മോചിതനായിട്ട് ദിവസങ്ങൾ പലത് കഴിഞ്ഞു. എന്നിട്ട് നീ ഇവിടേക്ക് എന്തേ വരാൻ വൈകി? നീ എവിടെയായിരുന്നു ബറാബാസ്? ഞാൻ എവിടെയായിരുന്നു? ദിവസങ്ങളായി ഞാൻ എവിടെയായിരുന്നു? എന്റെ ഓർമ്മകൾ എനിക്ക് നഷ്ടമായിരിക്കുന്നു. എന്താണ്? എന്തു പറ്റി നിനക്ക്? എന്റെ ഓർമ്മകൾ കാരാഗൃഹത്തിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷമുള്ള കാര്യങ്ങൾ എന്റെ ഓർമ്മയിൽ നിന്നും മറഞ്ഞിരിക്കുന്നു. എന്നിട്ടും നീ ഇവിടേക്ക് തന്നെ വന്നില്ലേ ബറാബാസ്? വിശ്രമോറക്കവുമില്ലാതെ കാലം ശേഷം കാരാഗൃഹത്തിൽ നിന്നും മോചിതനായതല്ലേ നീ? പുറത്തെ കാറ്റും തണുപ്പും ഏറ്റപ്പോൾ ഏതെങ്കിലും മരത്തള്ളിൽ കിടന്ന് നീ ഗാഠനിദ്രയിൽ ആണ്ടുപോയിട്ടുണ്ടാകാം. ഉറക്കമില്ലാത്തവനാണ് ബറാബാസ്. മറ്റുള്ളവർ ഗാഠനിദ്രയിൽ മുഴുകുമ്പോൾ ദിവസങ്ങൾ ഉറങ്ങാതെ സഞ്ചരിച്ച് കൊള്ള ചെയ്തിട്ടുള്ളവരല്ലേ നമ്മൾ. അങ്ങനെയുള്ള ബറാബാസ് ദിവസങ്ങളൊന്നും അറിയാതെ കിടന്നുറങ്ങിയെന്നു. ബറാബാസ് കാരാഗ്രഹത്തിലായിരുന്നുകൊണ്ട് വ്യാപാരികളെല്ലാം യാത്രയ്ക്ക് ഇപ്പോൾ എളുപ്പമുള്ള കിഴക്കൻ താഴ്വരയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഈ രാത്രി നമ്മൾ അവിടെ പതിയിരുന്നാൽ വൻ സമ്പത്ത് നേടാൻ കഴിയും. അത് ശരിയാണ്. പെസഹാക്കാലത്തെ വിശ്രമശേഷം പുതിയ വ്യാപാര ആവശ്യത്തിന് വേണ്ടി സഞ്ചി നിറയെ നാണയങ്ങളുമായി വരുന്ന വ്യാപാരികളെ നമുക്ക് പിടികൂടാം. ബറാബാസ്, നീ എന്തു പറയുന്നു? അതെ ബറാബാസ്, വീണ്ടും ഇതാ കൂട്ടരെ, വേഗമൊരുങ്ങുക. ഈ രാത്രി ബറാബാസിന്റെ വാൾ രക്തം കുടിച്ച് മതിക്കട്ടെ. ലീനോസ്, ബറാബാസിന് ഏറ്റവും പ്രിയമുള്ള വീര്യം കൂടി വീഞ്ഞു പകരൂ. അതാ ഇരുവീടിരിക്കുന്നു ഒരു വ്യാപാര സംഘം ഈ കിഴക്കൻ താഴ്വരയിൽ. കൂട്ടരെ, എല്ലാവരും സജ്ജരാകുക. കൊണ്ടുപോണവരെ രക്ഷിക്കണം, എന്നെ രക്ഷിക്കണം. രക്ഷിക്കണം? നിന്നെ രക്ഷിക്കണം? ഈ ബറാബാസിന്റെ മുന്നിൽ രക്ഷയ്ക്ക് വേണ്ടി കുനിഞ്ഞ ശിരസ്സുകളെല്ലാം എന്റെ വാൾ കൊണ്ട് ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. ബറാബാസ്, നിങ്ങൾ എൻ്റെ സമ്പത്ത് മുഴുവൻ എടുത്തുകൊള്ളുക, എന്നിട്ട് എന്നെ ജീവനോട് വിട്ടേക്ക്. ബറാബാസ്, നിനക്ക് ഈ ആയുഷ്കാലം മുഴുവൻ സമ്പന്നായി ജീവിക്കാനുള്ള സമ്പത്ത് ഇതിലുണ്ട്. ഇവരെ കൊന്നേക്ക്. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. പോ, പോ. ബറാബാസ്, നിനക്ക് എന്തു പറ്റി? നിന്റെ മുന്നിൽപ്പെട്ട ഇരയെ നീ ആദ്യമായി വിട്ടയക്കുന്നു. അവൻ പൊയ്ക്കോട്ടെ. വേഗം എന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടോ. വളരെ നന്ദി ബറാബാസ്. ഇതാ എൻ്റെ ഈ സമ്പത്ത് മുഴുവൻ നീ എടുത്തുകൊള്ളുക. നിന്റെ സമ്പത്തും കൊണ്ട് നീ പോവുക. ഇവനെ ജീവനോടെ വിട്ടയക്കരുത്. നമ്മുടെ പല തലമുറയ്ക്ക് കഴിയാനുള്ള സമ്പത്ത് ഇവന്റെ ഭാണ്ഡത്തിലുണ്ട്. എമുവൽ, ബറാബാസ്, നിനക്ക് എന്തു പറ്റി? എന്തു പറ്റി എനിക്കെന്തു പറ്റി? ഞാൻ എവിടെയായിരുന്നു? കഴിഞ്ഞ ചില ദിവസങ്ങൾ ഞാൻ ഓർക്കുന്നു. ഞാൻ എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ആ തച്ചന്റെ മകന്റെ പിന്നാലെയായിരുന്നു. അവന്റെ കുരിശിന്റെ പിന്നാലെ ഞാൻ പതുങ്ങി നടക്കുകയായിരുന്നു. അതാ അവന്റെ കുരിശുയാത്ര എന്നെ പിന്തുടരുന്നു. അവന്റെ കുരിശുയാത്ര എന്നെ പിന്തുടരുന്നു. അവന്റെ കുരിശെന്നെ പിന്തുടരുന്നു. അല്ല, ഞാൻ അവന്റെ കുരിശിനെ പിന്തുടരുന്നു. അവൻ എന്നെ പിന്തുടരുന്നു. ഞാൻ അവനെ പിന്തുടരുന്നു. എന്നാലും ഇനി നമ്മൾ എങ്ങനെ മുന്നോട്ട് നീങ്ങും? ബറാബാസിനെ കൊണ്ട് നമ്മൾ നടത്തിയ എല്ലാ നീക്കങ്ങളും പരാജയപ്പെട്ടു. മാസങ്ങൾ പലത് കഴിഞ്ഞിട്ടും ബറാബാസിൽ ഒരു മാറ്റവും കാണുന്നില്ല. അവൻ്റെ വാൾ
ഒരിക്കൽ പോലും ആർക്കു നേരെ ഉയരുന്നില്ല. ഈ മയക്കത്തിൽ നിന്ന് അവനെ ഉണർത്തി അവന്റെ പുരുഷത്വം വീണ്ടെടുക്കാനുള്ള സാറായുടെ സകല പരിശ്രമങ്ങളും പരാജയപ്പെട്ടു. അവൾ പോലും അവനെ ഉപേക്ഷിച്ച് സത്രത്തിൽ നിന്ന് വലിച്ച് പുറത്തു കളഞ്ഞു. സാറയുടെ വിരുന്നിന് മുമ്പിൽ പോലും വെറും മാംസപിണ്ഡമായി തീർന്ന ബറബാസിനെ ഇനി നമ്മൾ എന്ത് ചെയ്യും? ബോവാൻ, എന്താണ് നീ ഒന്നും മിണ്ടാത്തത്? നമ്മൾ ബറാബാസിനെ ഒഴിവാക്കണം. അവന്റെ ശരീരം കൊണ്ട് നമുക്കിനി പ്രയോജനമില്ല. അവനെ നമ്മൾ ഒഴിവാക്കുന്നു. അതെ, ബറാബാസിനെ നമ്മൾ ഒഴിവാക്കുന്നു. അതെ, എന്നാൽ അവന്റെ പേര് നമുക്ക് ആവശ്യമുണ്ട്. ആരും ബറാബാസ് എന്ന പേര് കേട്ടാൽ നടക്കും. അതുകൊണ്ട് വിദൂരദേശത്ത് നിന്നും എത്തുന്ന സഞ്ചാരികൾക്കും വ്യാപാരികൾക്കും എന്നും പേടിസ്വപ്നമായ ബറാബാസ് എന്ന പേര് ഉണ്ടായിരിക്കണം. എന്നാൽ ഒന്നിനും കൊള്ളാത്ത ബറാബാസിനെ രഹസ്യമായി കൊന്നുകളയണം. അരുത് ബോഹാൻ, അവൻ നമ്മുടെ നേതാവാണ്. എന്നാൽ അവന്റെ ഇപ്പോഴുള്ള അവസ്ഥയിൽ എനിക്ക് ദുഃഖമുണ്ട്. എങ്കിലും അവനെ കൊല്ലരുത്. നമ്മുടേതുപോലുള്ള ഒരു സംഘത്തിന് ഊർജ്ജസ്വലനായി പ്രവർത്തിക്കാത്ത ഒരുവൻ ബാധ്യതയാണ്. അങ്ങനെയുള്ളപ്പോൾ അവനെ എങ്ങനെയും ഒഴിവാക്കിയേ കഴിയും. അവന്റെ ജീവൻ എടുക്കാതെ അവനെ ഒഴിവാക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൂടി. എങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനിക്കൂ എന്തു വേണം. നമുക്കവനെ വളരെ വിദൂരദേശത്തേക്ക് നാടുകടത്താം. എന്നിട്ട് ഇതുവരെയുള്ള സമ്പത്ത് മുഴുവൻ നമുക്ക് 3 പേർക്ക് കൂടി പങ്കിട്ടെടുക്കാം. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യും. ഞാനാണ് പുതിയ സംഘത്തലവൻ. അവന്റെ ഉടവാളും സാറയും മറ്റു സുന്ദരികളും എനിക്കിനി സ്വന്തം. ബോഹാൻ, ബോഹാൻ, ബോഹാൻ. ആളും ആരവങ്ങളും ഒഴിഞ്ഞു ഞാനിതാ തനിച്ചായിരിക്കുന്നു. വളരെ വിദൂരത്തേക്ക് എന്നെ വലിച്ചെറിഞ്ഞിരിക്കുന്നു. എന്റെ പേര് പോലും എന്നിൽ നിന്നും എടുത്തു മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ആരാ? പേരില്ലാത്തവൻ, നാടില്ലാത്തവൻ. ഞാൻ ശൂന്യനായിരിക്കുന്നു. നീ എന്നെ ശൂന്യനാക്കിയിരിക്കുന്നു. ഒരു നോട്ടം കൊണ്ട് നീ എന്നെ ഷണ്ണീകരിച്ചു കളഞ്ഞില്ലേ? സിംഹഗർജനം പോലുള്ള എന്റെ ശബ്ദം നീ ഷണ്ണന്റെ പോലെ മൃദുവാക്കിയില്ലേ? എന്നെ നീ മോചിപ്പിച്ചതല്ല, എന്നെ നീ മോചിപ്പിച്ചതല്ല, ബന്ധിച്ചതാണ്. അതല്ലേ എന്നെ നീ നിന്റെ കുരിശിന്റെ പിന്നാലെ ഗാൽഗത്തായിലേക്ക് വലിച്ചു കൊണ്ടുപോയത്? ഭാരമേറിയ മരക്കുരിശ് നീ തോളിലേറ്റിയപ്പോൾ അതിന്റെ ഭാരം മുഴുവൻ നീ എന്നിലേക്കാണല്ലോ ഇറക്കി വെച്ചത്. നീ എന്നിലേക്കാണല്ലോ ഇറക്കി വെച്ചത്. ഏയ് തച്ചന്റെ മകനെ, ആശാരിച്ചക്ക, നീ ആരാ? നീ ആരാ? എനിക്കും നിനക്കും തമ്മിലെന്ത് ബന്ധം? എനിക്കും നിനക്കും തമ്മിലെന്ത് ബന്ധം? എനിക്കും നിനക്കും തമ്മിലെന്ത് ബന്ധം? പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്നും പുറപ്പെടുന്നതും സ്ഫടികം പോലെ തെളിഞ്ഞതുമായ ജീവന്റെ നദി അവൻ നമുക്ക് കാണിച്ചു തന്നു. ഇനിമേൽ ശപിക്കപ്പെട്ടതായി ഒന്നും ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ സിംഹാസനം അതിലുണ്ടായിരിക്കും. ഇനിമേൽ ശപിക്കപ്പെട്ടതായി ഒന്നും ഉണ്ടായിരിക്കുകയില്ല. ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ സിംഹാസനം അതിലുണ്ടായിരിക്കും. എന്നിൽ അവന്റെ സിംഹാസനമുണ്ടോ? എന്നിൽ അവന്റെ സിംഹാസനമുണ്ടോ? നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ അതിക്രമിച്ചു കയറിയ ഇവൻ നമ്മുടെ ഒറ്റുകാരനാണ്. ഇവനെ ജീവനോടെ പുറത്തു വിടരുത്. നിർത്ത്, ഇനി തുടർന്ന് ഇയാളെ. എല്ലാവരും ദൂരത്തേക്ക് മാറി നിൽക്കൂ. ക്ഷമിക്കണം സുഹൃത്തെ, നല്ലതുപോലെ വേദനിക്കുന്നുണ്ടാകുമല്ലേ? എനിക്ക് വേദനിക്കുന്നില്ല. വേദനകളും സങ്കടങ്ങളും ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ഞാൻ. ആരാണ് നിങ്ങൾ? ആരാണ് ഞാൻ? ഞാൻ അവനോ? അവൻ ഞാനാണോ? എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങളുടെ തല പൊട്ടി രക്തം വരുന്നുണ്ടല്ലോ. രക്തം, രക്തം. അവന്റെ രക്തം എന്റെ മേൽ പതിച്ചിരിക്കുന്നു. അവന്റെ രക്തം എന്റെ മേൽ പതിച്ചിരിക്കുന്നു. അങ്ങ് ആരാണ്? എന്തിനാണ് ഇവിടേക്ക് കടന്നു വന്നത്? അവൻ ആരാണെന്നറിയാൻ, അവൻ എന്നിൽ എന്താണ് ചെയ്തതെന്നറിയാൻ ഞാൻ വർഷങ്ങളായി നിങ്ങളുടെ സങ്കേതങ്ങളിൽ കൂടി അലയുകയാണ്. ഒരു നോട്ടം കൊണ്ട് എന്റെ ശൗര്യം കവർന്നവൻ, ഒരു നോട്ടം കൊണ്ട് എന്നെ അനാഥനാക്കിയവൻ,
ഒരു നോട്ടം കൊണ്ട് തന്നെ അവന്റെ കുരിശിന്റെ പിന്നാലെ കൂട്ടിക്കൊണ്ടുപോയ ആ നസ്രായൻ ജോസഫിന്റെ മകൻ സത്യത്തിൽ ആരാണ്? സത്യത്തിൽ അങ്ങ് ആരാണ്? ഞാൻ ഇന്ന് ആരാണ്? ആരുമല്ല. ഒരു പേരും നഷ്ടപ്പെട്ടു. പക്ഷെ അവനെ കാണുന്നത് വരെ ഞാൻ ആരെല്ലാമോ ആയിരുന്നു. സ്വയം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അവൻ എനിക്ക് വേണ്ടിയാണ് ക്രൂശിക്കപ്പെട്ടത്. അവൻ ക്രൂശിക്കപ്പെട്ടത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ്. അവന്റെ മരണം എനിക്ക് വേണ്ടിയായിരുന്നു. എന്നെ വിട്ടയക്കാൻ വേണ്ടിയായിരുന്നു ജനങ്ങൾ മുറവിളി കൂട്ടിയത്. വിമോചിതൻ, ഒപ്പം ബന്ധിക്കപ്പെട്ടവനും. അപ്പോൾ നീ ബറബ്ബാസ്? അതെ, അത് ഞാനായിരുന്നു. ഇവൻ ബറാബാസ്. ഇവൻ കാരണമാണ് അവൻ മരിക്കേണ്ടി വന്നത്. വരൂ, നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാം. നമ്മുടെ ഈ രഹസ്യസങ്കേതം എന്നേക്കുമായി നമുക്ക് ഉപേക്ഷിക്കാം. നിങ്ങൾ എന്നെ വിട്ടു പോവുകയാണ്. ഏയ് നസ്രായനേ, നീ മരിച്ചിട്ട് ഉയർത്തെന്ന് നിന്റെ അനുയായികൾ വിളിച്ചു പറയുന്നു. ഞാൻ നിന്റെ കുരിശിന്റെ പിന്നാലെ നിന്നെ പിന്തുടർന്നു കാൽവരയ്ക്കുന്നിൻ മുകളിലെത്തി. നിന്റെ അനുയായികൾ പറഞ്ഞിരുന്നത് പോലെ നിന്റെ ഉയർപ്പ് കാണാൻ നിന്റെ കല്ലറയുടെ പരിസരത്ത് ഞാൻ പതുങ്ങിയിരിപ്പുണ്ടായിരുന്നു. പക്ഷേ അന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. എന്നാലിന്ന് നിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകുന്നത് പോലെ പല അത്ഭുതങ്ങളും ഞാൻ കാണുന്നു. നിനക്ക് വേണ്ടി നിന്റെ അനുയായികളും ശിഷ്യന്മാരും രക്തസാക്ഷിത്വം വഹിക്കുന്നതും ഞാൻ കണ്ടു. എന്നാൽ ഞാനിവരിൽ ആരുമായില്ല. നീ എനിക്കാരുമല്ല. നീ എനിക്കാരെങ്കിലും ആകണമെങ്കിൽ നിന്റെ കുരിശിൽ എന്നെയും കൂടൊന്ന് ചേർക്കണമേ നസ്രായനേ. ഇവനും അവന്റെ അനുയായിയാണ്. ഇത് അവരുടെ രഹസ്യ സങ്കേതമാണ്. മറ്റുള്ളവർ രക്ഷപ്പെട്ടിരിക്കുന്നു. ഇവനെ പിടിക്കാം. നസ്രായനെ പോലെ ഇവനെയും ക്രൂശിലേറ്റുക. എനിക്ക് ദാഹിക്കുന്നു നസ്രായനേ, നിന്റെ മുഖമൊന്ന് കാണാൻ. എന്നെ കീഴടക്കിയ കണ്ണുകളാൽ ഒരിക്കൽ കൂടെ എന്നെ ഒന്ന് നോക്കിയണമേ. എന്റെ നസ്രായനേ. ഒരു കുറ്റവും എനിക്ക് ആ നസ്രായനിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഒരൊറ്റ നോട്ടം കൊണ്ട് ബറാബാസിന്റെ കണ്ണും മനസ്സും തുറപ്പിച്ച ആ നസ്രായൻ തീർച്ചയായും ദൈവപുത്രൻ തന്നെ. സത്യമായും അവൻ ദൈവപുത്രൻ തന്നെ. ജീവന്റെ നാഥനായ ദൈവത്തെ നിങ്ങൾ കുരിശിലേറ്റി. എന്നാൽ സർവശക്തനായ അവൻ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. അവൻ തീർച്ചയായും ദൈവപുത്രൻ തന്നെ. യേശുവിന്റെ കുരിശുമരണവും ഉയർത്തെഴുന്നേൽപ്പും ബറാബാസിന്റെ ജീവിതത്തിൽ പുതിയ വെളിച്ചം പകർന്നതുപോലെ യേശുവിന്റെ തിരുപ്പിറവി കൊണ്ടാടുന്ന നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം പുതിയ സൃഷ്ടിയായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഈ നാടകം അവസാനിപ്പിക്കുന്നു.